ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സിനി ചേച്ചി, എങ്ങനെങ്കിലും ആ ഉദയനമ്മാവന്റെ അടുത്തുനിന്ന് താക്കോല് സംഘടിപ്പിക്കണം. എന്നെ ഇതിനകത്ത് പൂട്ടിയിട്ട് എല്ലാവരെയും കാണിക്കാനുള്ള ഒരുക്കാം. അതെ, നീ കൂടുതൽ പ്ലാൻ ഒന്നും പറയണ്ട. ആ സാരിങ് തരാൻ നോക്ക്. ഇതങ്ങ് കൊടുത്തൂടെ? ഞാനൊടുത്ത സാരി ഉടുക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ? അതിനെയാണ് കർമ്മഫലം എന്ന് പറയുന്നത്. കൃഷ്ണയുടെ ഡ്രസ്സ് നിലത്തിട്ട് ചവിട്ടിയതല്ലേ, അതിന്റെ ഫലം ഈശ്വരൻ തന്നതാ. എന്റെ ഡ്രസ്സ് നിലത്തിട്ട് ചവിട്ടിയോ? ഏത് ഡ്രസ്സ്? ചോദിച്ചത് കേട്ടില്ലേ? അത് മുറിയിലിരുന്ന ധാവണി ഒരു നീല കളറുള്ള. ഓ, അത് ശരി. അതേതാണെന്നറിയോ ഡ്രസ്സ്? അമ്മ കഷ്ടപ്പെട്ട് കയറി പിടിച്ച് രാവും പകലില്ലാതെ വേർത്ത് എന്റെ അമ്മ എനിക്ക് വാങ്ങി തന്നതാ. അതിവള് നിലത്തിട്ട് ചവിട്ടിയെങ്കിലേ ഞാൻ ഉടുത്ത ഡ്രസ്സ് ഇവള് ധരിക്കണ്ട. വേണ്ടെങ്കി വേണ്ട, എനിക്കെന്താ? എന്താ ഗാഥമാടി പറയുന്നേ? ഈ കള്ളം കണ്ടുപിടിച്ചു കഴിഞ്ഞാ കൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? നഷ്ടം മുഴുവൻ ഗാഥമേടത്തിനല്ലേ. അവള് ഡ്രസ്സ് തരില്ലെന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഡ്രസ്സ് നിലത്തിട്ട് ചവിട്ടിയതിന് മാപ്പ് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് തരാം. വാട്ട്? കൃഷ്ണ, എനിക്ക് എത്ര വേദനയുള്ള കാര്യമെന്നറിയോ? മാപ്പ് പറയാതെ ഞാൻ സമ്മതിക്കില്ല. ഗാഥ മാഡം, ചെയ്തത് തെറ്റല്ലേ, മാപ്പ് പറഞ്ഞേക്ക്. ഗാഥ മാഡം, ആലോചിക്കാൻ സമയമില്ല. പൂജയ്ക്ക് ഉടനെ ചെന്നില്ലെങ്കിൽ ഈ നിമിഷം അന്വേഷണം തുടങ്ങും. എല്ലാം ഇന്നത്തോടെ അവസാനിക്കുകയും ചെയ്യും. സോറി. എന്താ? നിന്റെ ഡ്രസ്സ് നിലത്തിട്ട് ചവിട്ടിയതിന് സോറി. അങ്ങനെ വഴിക്ക് വാ. എന്റെ അമ്മേ വലിയ പണക്കാരിയൊന്നുമല്ല. എനിക്ക് മാത്രമായിട്ട് ഡ്രസ് ഉണ്ടാക്കി തരാൻ അമ്മയുടെ കയ്യിൽ പണവുമില്ല. ഞങ്ങള് ദാരിദ്ര്യമുള്ളവരാണെങ്കിലും ഞങ്ങളുടെ അഭിമാനം ഞങ്ങൾക്ക് വലുതാ. സിനിച്ചിച്ചി, അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ താക്കോല് കൈക്കലാക്കണം. അല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഞാനേ ഈ സാരി പെട്ടെന്ന് മാറിത്തരാം. കുറച്ച് എക്സസൈസ് ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ നിർമ്മല ശ്രദ്ധിക്കും.